ഹലോ ഗൈസ്, കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് അവസാനം വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതെന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട്, ഇത് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരുപാട് റേറ്റിംഗ് നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല കസ്റ്റമർ ഫീഡ്ബാക്കും കസ്റ്റമർ റേറ്റിംഗും ഉള്ള പ്രൊഡക്റ്റാണ് എനിക്ക് കിട്ടിയത്. ഇനി എന്താണ് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോവേൻ്റെ NHT 1052 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടിലൻ ട്രിമ്മറാണിത്. നിങ്ങളുടെ ബഡ്ജറ്റ് 1000 രൂപയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു കിടിലൻ ട്രിമ്മറാണിത്. എനിക്കിത് വാങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് വർക്ക് ചെയ്യത്തില്ലയോ, ഇനി പണി കിട്ടുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമർ റേറ്റിംഗ് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ചാർജിങ് കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറാണ് ഇതിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. മാത്രമല്ല ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആ ഒരു ചാർജർ കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മളിത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെയാണ് ഇതിനകത്ത് ചാർജ് ആവുന്നത്. മാത്രവുമല്ല ഇതിന്റെ കൂടെ വരുന്ന ട്രിമ്മർ ബ്ലേഡ് നമുക്ക് 0.5 mm തൊട്ട് 20 mm വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല അവർ ഇതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു 20 mm കട്ടിംഗ് ലെന്ത് കോമ്പും കൊടുക്കുന്നുണ്ട്. 500 mAh ലിഥിയം ബാറ്ററിയാണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഇതിനെ മോളിൽ കാണുന്ന ആ ഒരു കോമ്പ് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല അതിന്റെ മോളിൽ കാണുന്ന ആ ഒരു ലിഡ് നമുക്ക് ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ട്രിമ്മറിലെ പോലെ തന്നെ ഇതിന്റെ കൂടെ നമുക്കൊരു ഓയിൽ കിട്ടുന്നുണ്ട്. അത് ആവശ്യാനുസരണം നമ്മൾ ആ ഒരു ബ്ലേഡിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ നമുക്കിത് ഈസിലി ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ട്രിമ്മറിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റന്റോ ഡസ്റ്റ് റെസിസ്റ്റന്റോ അങ്ങനെയുള്ള പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കുക. ഇനി ഇതിന്റെ പ്രൈസാണ് ഹൈലൈറ്റ്. സോ നിങ്ങൾ 1000 രൂപയുടെ താഴെ നല്ലൊരു ട്രിമ്മർ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിന്റെ പ്രൈസ് വരുന്നത് 640 രൂപയാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ട്രിമ്മറിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1000 രൂപയുടെ താഴെ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇതിനും വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുക ഇതായിരിക്കും. കാരണം കൂടുതൽ ആൾക്കാർ റേറ്റ് ചെയ്തിരിക്കുന്നതും അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിരിക്കുന്നതും ഈ ഒരു ട്രിമ്മറിനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.